എക്സൈസ് വകുപ്പ്, ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ, വിമുക്തി മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വർജന ബോധവൽക്കരണ പരിപാടിയായ ലഹരിക്കെതിരെ ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. അസോസിയേഷൻ രക്ഷാധികാരി മുഹമ്മദ് സാബിർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ്, ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ, വിമുക്തി മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വർജന ബോധവൽക്കരണ പരിപാടിയായ ലഹരിക്കെതിരെ ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. വിമുക്തി ജീവിതം തന്നെ ലഹരി എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. കായംകുളം റേഞ്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി പ്രവീൺ ക്ലാസ് നയിച്ചു. അച്ഛനോട് അമ്മയോട് സ്കൂളിൽ വിട്ടു വന്നു കഴിഞ്ഞാൽ നോർമൽ വിശേഷമൊക്കെ പറയുന്ന കുട്ടികൾ സ്കൂളിൽ വിശേഷം ഒന്നും പറയാതിരിക്കുക, അല്ലെങ്കിൽ ഉൾവലിഞ്ഞ് പോവുക, പഠനം അന്ന് പുറകോട്ടായി പോവുക, ഓർമ്മ കുറവാണ്, മുറി അടച്ച് കൂടുതൽ സമയം ഇരിക്കുക, അല്ലെങ്കിൽ ബാത്റൂം അടച്ച് കൂടുതൽ സമയം ഇരിക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഇവന്മാർ കൂടുതലായിട്ട് പോവുക. പച്ച കുട്ടി അടിസ്ഥാന ഇതാണ് ലഹരി ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പാട് വീട്ടുകാർ തിരിച്ചറിയാൻ പറ്റത്തില്ല. ബുദ്ധിയാണ് നമ്മുടെ മക്കളെ പച്ച കുത്താൻ സമ്മതിക്കുക. പിന്നെ അതുപോലെ തന്നെ കയ്യുടെ ഈ ഒരു ഭാഗത്ത് കൗമാരക്കാരെ കുട്ടികളെ പച്ച കുത്താൻ അനുവദിക്കാതിരിക്കുക. കൗമാരക്കാരെ കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിടക്കാൻ നേരത്ത് പല്ല് തേക്കും, ഉച്ചക്കാലത്ത് പല്ല് തേക്കുമോ? ഇല്ല. ഇവന്മാരെ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് വന്നിട്ട് പല്ല് തേക്കുവാണെങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിക്കും. ഒന്നുകിൽ ചില മോശപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മെല്ല് പുറത്ത് വരും, ചിലത് ചവയ്ക്കുന്നൊക്കെ ഉണ്ട്. അതിന് പേര് പറയുന്നില്ല. കൗമാരക്കാരായ കുട്ടികൾ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയാൽ ആ കുട്ടികളുടെ തലച്ചോറിന് സംഭവിക്കുന്ന മാറ്റം, അപ്പോൾ ഇതിൻ്റെ കുട്ടികളുടെ ഭാവി എന്തെങ്കിലും സംഭവിക്കുന്ന അറിയാം. പുതിയ പഠനങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് മൊബൈൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ മദ്യമോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് എന്തായിരിക്കണം, മൊബൈൽ ഫോൺ ഉപയോഗം കുറച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ നോക്കിക്കോ, മദ്യം ഉപയോഗിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ മദ്യ ഗ്ലാസ് മാറ്റുന്ന അതേ ദേഷ്യമാണ് കുട്ടികളുടെ അടുത്ത് നിന്ന് മൊബൈൽ ഫോൺ മാറ്റുന്നത്, അല്ലേ? ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾക്ക് കൂടുതൽ ഉപയോഗപ്രദമാകും. അത് മാത്രം നിയമം കൊണ്ട് കൂടി ഇതിനെ തടസ്സപ്പെടുത്താൻ കഴിയണമെന്നുള്ളത്. കാരണം നമ്മളുടെ കൺമുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പലരെയും, നമ്മുടെ അഡ്വക്കേറ്റൊക്കെ ഇരുന്നുണ്ട്, പിടിച്ചുകൊണ്ടുപോയ പലരെയും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പറഞ്ഞു സാറേ 2-3 കേസ് ഞങ്ങളുടെ പരിസരത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയോ നിയമത്തിന്റെ പഴുതുകൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് കൊണ്ടുവരാൻ ഇടയാക്കുന്നുണ്ട്. സ്കൂളുകളിൽ തന്നെ ഞാൻ ചില പാക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തലയാണ പോലെ കുറച്ച് പാക്കറ്റുകൾ കുട്ടികളെല്ലാം കയ്യിലിരിപ്പുണ്ട്. ഞങ്ങളത് തപ്പി എടുക്കാൻ പോയാൽ അസ്ഥാനം പാടില്ല, ഉപയോഗിക്കരുതെന്ന് പറയാൻ പാടില്ല. ഞാൻ പോലിപ്പോൾ കുട്ടികൾക്ക് പറയുന്നത് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഉപയോഗിക്കും, നോ പറയാൻ പറ്റാത്ത കാലമാണ്. കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി റിയാസ് പുലരിയിൽ സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ രക്ഷാധികാരി മുഹമ്മദ് സാബിർ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ ഹഫീസ് മുല്ലശ്ശേരി, നിസാർ ഇദ്രീസ്, എച്ച് കുൽസുമ, സത്താർ ഇഞ്ചക്കൽ, സലാഹുദ്ദീൻ ഇസൽ എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സാബിർ, അഷ്റഫ്, ഹിലാൽ, റിസ്വാൻ പേരാണിക്കൽ എന്നിവരും പങ്കാളികളായി. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.